നേര് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണല്ലോ. കുടുംബ പ്രേക്ഷകർ ഒന്നടക്കം വന്നോണ്ടിരിക്കുകയാണ്. അപ്പം താഴെ വീഴും കേട്ടോ, കുറച്ച് ബാക്കിലോട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പല സ്ഥലത്തും കണ്ട ഒരു ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഈ ഒരു ക്ലിപ്പ് കിടന്ന് അത്യാവശ്യം കിടന്ന് കറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയനകത്ത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സുപ്രിയ മേനോൻ ഇപ്പൊ ഈ ഒരു ക്ലിപ്പ് കണ്ടത് വെച്ചിട്ട് ഈ ഒരു ക്ലിപ്പിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്നൊക്കെ പറഞ്ഞ് സുപ്രിയ മേനോന് എതിരായിട്ടാണ് വരുന്നത്. അതായത് സുപ്രിയ മേനോൻ ഇങ്ങനെ നേരിനെ, അതായത് നിങ്ങളിങ്ങനെ തള്ളിവിട്ടാൽ ഞങ്ങൾ താഴത്തേക്ക് വീഴുന്നുള്ള, അതായത് ആ ഒരു ആങ്കർ നേരിനെ പറ്റി തള്ളണം എന്നുള്ള രീതിക്ക് സുപ്രിയ മേനോൻ പറഞ്ഞു എന്നുള്ള രീതിക്കാണ് ഈ ഒരു ക്ലിപ്പ് കിടന്ന് കറങ്ങുന്നത്. സുപ്രിയ മേനോൻ അത്യാവശ്യം നല്ല രീതിക്ക് ഹെയ്റ്റ് ഈ ഒരു ഇതിന്റെ താഴെ കമന്റ് ബോക്സിനകത്ത് കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ താഴെ തന്നെ കമന്റ് ബോക്സ് നമ്മൾ എടുത്തു നോക്കി അറിയാൻ പറ്റും സുപ്രിയ മേനോൻ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെയ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ടാണ് ഇത്രയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇത്തിരി കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ഞാൻ വെച്ച് തരാം. അതായത് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സാഹചര്യം പറഞ്ഞുതരാം. അതായത് സുപ്രിയ മേനോൻ സലാറ് കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവിടുത്തെ ആങ്കർമാർ ഇതിരി ഇങ്ങനെ നിന്നിട്ട് ബൈറ്റ് ചോദിക്കില്ല, പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിനിടയ്ക്ക് ഈ ആങ്കർ, അതായത് സുപ്രിയ മേനോന് താല്പര്യമില്ല, ഈ ഒരു ബൈറ്റ് കൊടുക്കാൻ വലിയതായിട്ട് താല്പര്യമില്ല, പുള്ളിക്കാരി അങ്ങനെ പോണേണ്. അപ്പൊ ഈ ആങ്കർ കുത്തി അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കണേണ്. അപ്പൊ നമുക്ക് ആ ഒരു വെർഷൻ ഒന്ന് കണ്ടു നോക്കാം. അതിന്റെ ഫുൾ ആയിട്ടുള്ള ഇതൊന്നും നമുക്ക് കണ്ടു നോക്കിയിട്ട് നമുക്ക് പറയാം. ഞാൻ പോയിക്കോട്ടെ. അതെ, എമ്പുരാന്റെ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കണം. ഞാനൊരു പ്രേക്ഷകരായിട്ട് വന്ന് കണ്ട സിനിമയാണ്, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ മോഹൻലാൽ സാറിനെ കാണുമ്പോൾ ചോദിക്കണം. എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഓക്കെ, കറക്റ്റ് മറുപടി അല്ലേ അവരാ കൊടുത്തത്. അതായത് അവരോട് ചോദിക്കണേണ് എമ്പുരാന്റെ പടത്തിനെ പറ്റി. സുപ്രിയ മേനോൻ നമുക്കറിയാം, പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നും പറഞ്ഞിട്ട് പൃഥ്വിരാജിനോട് ചോദിക്കേണ്ടതോ അല്ലെങ്കിൽ അവരുടെ ടീമിനോട്, അതായത് എമ്പുരാന്റെ ടീമിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഈ സുപ്രിയനെ കാണുമ്പോൾ ചോദിക്കേണ്ട കാര്യം എന്താണ്, അവർക്കതിന് പറയാൻ താല്പര്യമില്ല. അതവർ വ്യക്തമായിട്ട് ആങ്കറിനോട് പറഞ്ഞ്, അതായത് അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല, നിങ്ങൾ അതിന്റെ ടീമിനോട് പോയി ചോദിക്കുക എന്ന് വ്യക്തമായിട്ട് അതിന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ബാക്കിയുണ്ടോ. നേര് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണല്ലോ. കുടുംബ പ്രേക്ഷകർ ഒന്നടക്കം വന്നോണ്ടിരിക്കുകയാണ്. അപ്പം താഴെ വീഴും കേട്ടോ, കുറച്ച് ബാക്കിലോട്ട്. സലാറിനൊരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടോ? എന്തിന് ഇത്ര പേര് എല്ലാ സിനിമകളും കാണുമല്ലോ. ഇപ്പം സലാറ് കാണുന്ന ആള് നേര് കാണുന്നില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നേര് കണ്ടോ? അപ്പൊ നിങ്ങൾ സലാറ് കാണാൻ വന്നോ? പിന്നെന്താ? അപ്പൊ പ്രശ്നം എന്താ ഉള്ളത്? ആൾക്കാർ അവർക്ക് ഏതാ ഇഷ്ടം വന്ന് കണ്ടോ. കറക്റ്റ് കാര്യമാണ് അവർ പറഞ്ഞു കൊടുത്തത്. അതായത് ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് കണ്ട ആ ഒരു ചെറിയ ക്ലിപ്പാണ് കിടന്ന് കറങ്ങുന്നത്. അപ്പൊ ഈ ഒരു ക്ലിപ്പിനകത്ത് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തള്ളി വിടാന്ന് ഇവർ ശരിക്കും ഈ ആങ്കർമാരെ അങ്ങോട്ട് തള്ളി കയറി അങ്ങ് ചെല്ലണാണ്. മൈക്കും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർ പുറകോട്ട് പോകുമ്പോഴത്തേക്ക് അവർ വീഴൂ എന്നുള്ള ഇതിനകത്താണ് അവർ പറയുന്നത്. അപ്പൊ അവർ നീങ്ങി നിൽക്കാൻ പറയുമ്പോൾ ബാക്കിൽ ഇങ്ങനെ ഒരു ചിലപ്പോൾ വീഴാൻ പോകണേയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഇതവര് നേരിനെ കുറ്റം പറഞ്ഞതോ അങ്ങനെയായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ നേര് കണ്ടില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആങ്കർ പറഞ്ഞു ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് നിങ്ങൾ തന്നെ സലാറും കണ്ടില്ലെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞു കാണണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എവിടെയാണ് ഭീഷണി? ഇവര് വന്ന് 2 പടവും കണ്ട് നല്ല പടങ്ങളാണെങ്കിൽ 2 പടവും കാണുന്നുണ്ട്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സലാർ എനിക്ക് ഇഷ്ടപ്പെട്ട പടം, പക്ഷെ നേര് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നേരിനെ പറ്റി അഭിപ്രായം പറയാനുള്ള. പക്ഷെ നേരെ എല്ലാ സ്ഥലത്തും നല്ല റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു നല്ലൊരു പടമായിരിക്കും തന്നെ തോന്നുന്നത്. അപ്പൊ നേര് ഞാൻ എന്തായാലും ഇനി OTT വരുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകാനൊക്കെ ചെറിയൊരു പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ മിക്കവാറും ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ OTT-ലേക്കാണ്. അപ്പൊ എന്തായാലും ഞാൻ നേര് കാണും. ഓക്കെ, അപ്പൊ ഇവിടെ സുപ്രിയ മേനോൻ പറയുന്ന കറക്റ്റ് കാര്യമാണ്. കാര്യം നല്ല പടമാണെങ്കിൽ 2 പടവും പ്രേക്ഷകർ വന്ന് കാണും. അല്ലാണ്ട് ഒന്നൊന്നിന് വെല്ലുവിളിയാണെന്നോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഇവരെന്ത് മണ്ടൻ ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് നേരും സലാറും തമ്മിൽ ഇവരെങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റണതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പം ഏകദേശം ഒരേ ജോണറിലുള്ള ഒരേ ഇതായിട്ടുള്ള ഭയങ്കര ക്ലാഷ് ഭയങ്കര ബമ്പൻ സിനിമകളൊക്കെ ആണെങ്കിൽ നമുക്ക്, അതായത് നേരെന്ന് പറഞ്ഞാൽ അതൊരു കേരളത്തിൽ മാത്രം ഇറങ്ങിയേക്കുന്ന ഒരു സിനിമയാണ്. അത് കേരളത്തിൽ പോസിറ്റീവ് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ സലാർ എന്ന് പറഞ്ഞാൽ അതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. പാൻ ഇന്ത്യൻ സിനിമ അത് ഇത്രയും ഒരു മാസും പ്രശാന്ത് നീലിനെ പോലുള്ള ഒരു ഡയറക്ടർ KGF കഴിഞ്ഞിട്ട് വരുന്ന ഒരു സിനിമയാണ്. ആ 2 സിനിമയും വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ നേരിനെ കുറച്ച് പറയുന്നതൊന്നുമല്ല, പക്ഷെ ഈ ഒരു 2 സിനിമയും നമ്മളിപ്പോൾ നമ്മൾ ഒരു മര്യാദ വേണ്ടേ? കമ്പയർ ചെയ്യുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ? അപ്പൊ നമുക്ക് ബാക്കിയുണ്ടോ? ചിലപ്പോൾ എല്ലാം കാണും. ഇപ്പൊ ഞാൻ ഇന്ന് നേര് കണ്ടിട്ടില്ല, ബട്ട് ഐ എം ഹിയറിംഗ് വെരി ഗുഡ് റിപ്പോർട്ട്സ്. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇതെല്ലാവരും ഞങ്ങളുടെ ഫാമിലിയാണ്. മോഹൻലാൽ സാർ ആണെങ്കിലും ജിത്തു ആണെങ്കിലും ആന്റണി ആണെങ്കിലും. അപ്പം ഒബ്വിയസ്ലി വെരി വെരി ഹാപ്പി ടു സീ ദാറ്റ് ദ ഫിലിം ഇസ് ഡൂയിങ് വെൽ, ഗ്രേറ്റ് റിപ്പോർട്ട്സ്. ബട്ട് ഐ തിങ്ക് ദർ ഇസ് റൂം ഫോർ എവറിഥിങ്. ലൈക്ക് ഡങ്കി ഈസ് ഓൾസോ കം ഔട്ട്. അത് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അപ്പൊ ഐ എം തിങ്കിങ് എവറിഥിങ് വിൽ ബി ഗുഡ്. പോയിക്കോട്ടെ? ഓക്കെ, ഒന്ന് പ്ലീസ്. താങ്ക് യു സോ മച്ച്.
ഈ വായിലടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു വാക്ക് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പൊളിറ്റിക്കലി എത്രത്തോളം അത് റോങ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അയൽക്കാരി അണ്ണാക്കിലടിച്ചു കൊടുത്ത് അവന് എന്താണോ ചോദിച്ച് മേടിച്ചതാണ്. പുള്ളിക്കാരി പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ പൊക്കോട്ടെ, ഒന്ന് മാറിത്തരുമോ പ്ലീസ്, ഞാൻ പൊക്കോട്ടെ, കുറേ പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ചോദിച്ച് ലാസ്റ്റ് ആ പുള്ളിക്കാരിയുടെ അതിന് സകലതും മേടിച്ചു കൂട്ടിയപ്പോൾ പുള്ളിക്ക് ആശ്വാസമായി. പുള്ളിക്കാരി പറഞ്ഞ കറക്റ്റ് കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ ഈ പൃഥ്വിരാജൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പൃഥ്വിരാജിനും സുപ്രിയനും വെച്ചിട്ട് കമ്പയർ ചെയ്യണമെന്നൊന്നും വിചാരിക്കരുത്, പക്ഷെ പൃഥ്വിരാജ് പറയുന്ന നമ്മൾ പലതും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ആങ്കർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മര്യാദക്കുള്ള ഒരു ചോദ്യമല്ല ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല മറുപടി കിട്ടും. അപ്പൊ ആ ഒരു സെയിം സാധനം നമുക്കുള്ള സുപ്രിയയുടെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ ആങ്കർ ചോദിച്ചാൽ ഇറലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പുള്ളിക്കാരനോട് ചോദിച്ചു, പുള്ളിക്കാരി കറക്റ്റ് മറുപടി അങ്ങോട്ട് കൊടുത്ത് ഇപ്പൊ ആങ്കർക്കും സമാധാനമായി, അതായത് എല്ലാവർക്കും സമാധാനമായി. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം ഫസ്റ്റത്തെ കടന്ന് കറങ്ങുമ്പോഴത്തേക്കും വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആൾക്കാർ മിസ്ലീഡ് ആയി പോകും. ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും ഇത് കാണുമ്പോൾ ഫസ്റ്റത്തെ ക്ലിപ്പ് കാണുമ്പോൾ ആരായാലും വിചാരിച്ചു പോകണേ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഫസ്റ്റത്തെ ക്ലിപ്പ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു സുപ്രിയ എന്തിങ്ങനെ പറഞ്ഞത്, അതായത് നേരിനെ ഇങ്ങനെ ഒരുമാതിരി ആക്കി പറയണയാണോ, ഞാൻ തള്ളി മറക്കില്ലേ എന്നുള്ള രീതിക്ക് പറയുന്നതാണോ എന്നൊക്കെ ഫസ്റ്റ് കാണുമ്പോൾ തോന്നിപ്പോവും. അത് ഞാൻ തെറ്റ് പറയുന്നില്ല എല്ലാവരെയും. പക്ഷേ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ, അതാണ് നമ്മൾ പറയുന്നത് ഈ ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നൊക്കെ പറയൂലേ. പിന്നെ നമുക്ക് ഊഹിക്കാം സുപ്രിയ ഒന്നും അങ്ങനെ ഒരു പടത്തിന് ഇതായ കാര്യം അവർക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു ക്വാളിറ്റി ഉള്ളവർ അങ്ങനെ പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുപ്രിയ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും അവരൊക്കെ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ഇത്ര തന്നെ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ആ ക്ലിപ്പ് കണ്ടപ്പോഴത്തേക്ക് എന്താണ് എൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയണമെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ടാറ്റ ബൈ ബൈ, സീ യു.